കുട്ടിച്ചാത്തൻ. പിള്ളേരുടെ താളത്തിൽ തുള്ളണ ചാത്തൻ, രൂപങ്ങൾ ചടപടയെന്ന് മാറണ ചാത്തൻ, കുന്നോളം കഥകൾ ചൊല്ലണ നമ്മുടെ ചാത്തൻ, കണ്ണുകൾ തള്ളണ വേലകൾ കാട്ടണ കുട്ടിച്ചാത്തൻ, പിള്ളേരുടെ താളത്തിൽ തുള്ളണ ചാത്തൻ, രൂപങ്ങൾ ചടപടയെന്ന് മാറണ ചാത്തൻ, കുന്നോളം കഥകൾ ചൊല്ലണ നമ്മുടെ ചാത്തൻ, നമ്മുടെ ചാത്തൻ. കുട്ടിച്ചാത്തൻ സിന്ദാബാദ്, അരികത്തായി അണയുന്നേ കുട്ടിച്ചാത്തൻ, നിഴലായി കൂടി നടക്കണ കുട്ടിച്ചാത്തൻ. ആപത്തിൽ കൂട്ടായി കാവല് ചാത്തൻ, പാവങ്ങൾ കത്താണിയായി ഒരു ചാത്തൻ, ആശിച്ചതോരോന്നായി നൽകണ ചാത്തൻ, കണ്ണീർ തുടയ്ക്കാനായി വന്നൊരു ചാത്തൻ, ആപത്തിൽ കൂട്ടായി കാവല് ചാത്തൻ, പാവങ്ങൾ കത്താണിയായി ഒരു ചാത്തൻ, ആശിച്ചതോരോന്നായി നൽകണ ചാത്തൻ, കണ്ണീർ തുടയ്ക്കാനായി വന്നൊരു ചാത്തൻ, നമ്മുടെ ചാത്തൻ കുട്ടിച്ചാത്തൻ സിന്ദാബാദ്, സിന്ദാബാദ്, കുട്ടിച്ചാത്തൻ സിന്ദാബാദ്, അരികത്തായി അണയുന്നേ കുട്ടിച്ചാത്തൻ, നിഴലായി കൂടി നടക്കണ കുട്ടിച്ചാത്തൻ, അരികത്തായി അണയുന്നേ കുട്ടിച്ചാത്തൻ, നിഴലായി കൂടി നടക്കണ കുട്ടിച്ചാത്തൻ, ചതിയന്മാരെ നേരിടുവാനായി മുന്നിൽ ചാത്തൻ, നേരായ വഴികൾ കാട്ടണ കുട്ടിച്ചാത്തൻ, ഇത് നമ്മുടെ ചാത്തൻ കുട്ടിച്ചാത്തൻ, ഇത് നമ്മുടെ ചാത്തൻ കുട്ടിച്ചാത്തൻ, ഇത് നമ്മുടെ ചാത്തൻ കുട്ടിച്ചാത്തൻ, ഇത് നമ്മുടെ ചാത്തൻ കുട്ടിച്ചാത്തൻ. ഹായ് കൂട്ടുകാരെ, എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് നിങ്ങളുടെ ചാത്തൻ, കുട്ടിച്ചാത്തൻ. ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? കൂട്ടുകാർക്ക് വേണ്ടി പുതിയ പുതിയ കഥകളും നല്ല നല്ല പാട്ടുകളും പിന്നെ കുറേ നല്ല ഗുണപാഠങ്ങളും പറഞ്ഞു തരുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് കാണാനും കേൾക്കാനും റെഡിയല്ലേ? എങ്കിൽ നമുക്ക് തുടങ്ങാം. കുട്ടിച്ചാത്തൻ. കൂട്ടുകാരെ, നിങ്ങൾ അച്ഛനമ്മമാർ പറയുന്നത് അനുസരിക്കാറുണ്ടോ? അനുസരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കഥയിലൂടെ പറഞ്ഞു തരാം. നിങ്ങൾ ഇത് കണ്ടു നോക്കൂ. ജീം ജാം ജൂ. മഹാമടിയനായിരുന്നു ജൂജുമുയൽ. അവൻ സ്വന്തമായി തീറ്റ തേടാതെ അച്ഛനും അമ്മയും തരുന്ന തീറ്റയായിരുന്നു അവന്റെ ഭക്ഷണം. ഒരു ദിവസം ജൂജുവിനോട് അച്ഛൻ പറഞ്ഞു,
പണിയെടുക്കാതെ ഭക്ഷണം കഴിക്കാമെന്ന് നീ വിചാരിക്കണ്ട. എന്റെ കൂടെ നീയും തീറ്റ തേടി വരണമെന്ന്. ജൂജുവിന് അത് കേട്ടപ്പോൾ വല്ലാത്ത ദേഷ്യമായി. അവൻ മനസ്സിൽ പറഞ്ഞു, ഒരു സ്നേഹവുമില്ലാത്ത അച്ഛൻ. ഈ അച്ഛനെ ഒരു പാഠം പഠിപ്പിക്കണം. അവൻ ആരും അറിയാതെ അവിടെ നിന്നും അടുത്തുള്ള ഒരു കാട്ടിലേക്ക് നടന്നു നീങ്ങി. ആ സമയത്താണ് ചിന്നുകുരുവിയെ കണ്ടത്. ചിന്നുകുരുവി ചോദിച്ചു, മുയൽക്കുട്ട, എങ്ങോട്ടാണ് ഒറ്റയ്ക്ക് പോകുന്നത്? അപ്പോ ജൂജു പറഞ്ഞു, അച്ഛൻ എന്നോട് ഒരു സ്നേഹവുമില്ല. സ്നേഹമില്ലാത്ത അച്ഛന്റെ കൂടെ കഴിയാൻ ഞാനില്ല. ഞാൻ വേറെ കാട്ടിലേക്ക് പോവുകയാണ്. ഇത് കേട്ടപ്പോൾ ചിന്നുകുരുവി പറഞ്ഞു, നീ മണ്ടത്തരം ഒന്നും കാണിക്കല്ലേ. നീ വീട്ടിലേക്ക് തിരിച്ചു പോകണം. പക്ഷേ ജൂജു മുയൽ ഇതൊന്നും കേൾക്കാതെ മുന്നോട്ട് നടന്നുപോയി. അങ്ങനെ പോകുമ്പോൾ അവൻ ചില്ലുവണ്ണാനെ കണ്ടു. ചില്ലുവണ്ണാനും ജൂജുവിനോട് എങ്ങോട്ടാണ് ഒറ്റയ്ക്ക് പോകുന്നതെന്ന് ചോദിച്ചു. അവൻ ചിന്നുകുരുവിയോട് പറഞ്ഞതുപോലെ ചില്ലുവിനോട് പറഞ്ഞു. ഇതു കേട്ട ചില്ലു, നിന്റെ എടുത്തുചാട്ടം ആപത്തിലേ എത്തൂ. പക്ഷേ ജൂജു ഇത് കേൾക്കാതെ മുമ്പോട്ട് തന്നെ നടന്നു നീങ്ങി. അങ്ങനെ നടന്നു നീങ്ങുന്ന മുയലച്ചനെ ജിംബുക്കുറുക്കൻ കണ്ടു. മുയലച്ച, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ജിംബു ചോദിച്ചു. ജൂജു നടന്ന കാര്യങ്ങളെല്ലാം ജിംബുവിനോട് പറഞ്ഞു. ആരെങ്കിലും മക്കളെ കൊണ്ട് ജോലി ചെയ്യിക്കുമോ? ജോലികൾ ചെയ്യേണ്ടത് അച്ഛനും അമ്മയും അല്ലേ? ഇത് കേട്ട ജൂജുവിന് വളരെ സന്തോഷമായി. അപ്പോൾ ജിംബുക്കുറുക്കൻ പറഞ്ഞു, മോൻ എന്റെ കൂടെ വാ. ഒരു പണിയും ചെയ്യണ്ട. നിനക്ക് വേണ്ടുന്ന ആഹാരം ഞാൻ തരാം. അപ്പോൾ ജൂജു മനസ്സിൽ പറഞ്ഞു, അച്ഛനെയും അമ്മയെക്കാളും സ്നേഹം ഈ കുറുക്കച്ചനുണ്ട്. ജൂജു മുയൽ ജിംബുവിന്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയതും ജൂജുവിന് കഴിക്കാൻ ആഹാരം കൊടുത്തു. ഈ സമയം ജിംബുവിന്റെ ഭാര്യ ജിംബുവിനോട് ചോദിച്ചു, ഈ മുയലിനെ നമുക്ക് ആഹാരമായി കഴിച്ചാലോ എന്ന്. ഇത് കേട്ട് ജിംബു പറഞ്ഞു, ഇവൻ കുറച്ചുകൂടി വലുതായിട്ട് ഇവനെ തിന്നാം. ഇപ്പോൾ ഇവൻ കുഞ്ഞാണ്. ജിംബു പറഞ്ഞത് ജൂജു മുയൽ കേട്ടു. ഇനി എന്ത് ചെയ്യുമെന്ന് ജൂജു ആലോചിച്ചു. എന്നിട്ട് അവിടെ നിന്നിറങ്ങി ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. ഓടി 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 അവൻ വീട്ടിലെത്തി. ജൂജുവിനെ കണ്ട അച്ഛനും അമ്മയും വളരെ സന്തോഷമായി. ജൂജു അവരോട് ക്ഷമ ചോദിച്ചു. കുട്ടിച്ചാത്തൻ. കൂട്ടുകാരെ, എങ്ങനെയുണ്ടായിരുന്നു കഥ? അനുസരണയില്ലാത്ത മുയലിന്റെ അവസ്ഥ കണ്ടില്ലേ? ഈ കഥയിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? അച്ഛനമ്മമാർ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം, ഇല്ലെങ്കിൽ അപകടം സംഭവിക്കും. അടുത്തതായി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ മൃഗങ്ങളെ കണ്ടിട്ടുണ്ടോ? ഏതൊക്കെ മൃഗങ്ങളെ നിങ്ങൾക്ക് അറിയാം? കാട്ടിൽ വസിക്കുന്നവയും വീട്ടിൽ വളർത്തുന്നവയും ഉണ്ട്. അതിൽ കുറച്ച് മൃഗങ്ങളെ നമുക്ക് പരിചയപ്പെടാം. നിങ്ങൾ തയ്യാറല്ലേ? ആദ്യമായി കാട്ടിൽ വസിക്കുന്നവ: സിംഹം, ലയൺ, പുലി, ടൈഗർ, കരടി, ബിയർ, കുറുക്കൻ, ഫോക്സ്, ആന, എലിഫന്റ്, മാൻ, ഡീർ, കുരങ്ങൻ, മങ്കി, ജിറാഫ്, ജിറാഫ്. അടുത്തതായി വീട്ടിൽ വളർത്തുന്നവ: പട്ടി, ഡോഗ്, പൂച്ച, ക്യാറ്റ്, പശു, കൗ, ആട്, ഗോട്ട്, മുയൽ, റാബിറ്റ്. കുട്ടിച്ചാത്തൻ. അപ്പോൾ കൂട്ടുകാർക്ക് മൃഗങ്ങളെ കുറിച്ചുള്ള അറിവ് ലഭിച്ചില്ലേ? നിങ്ങൾ പൂക്കൾ കണ്ടിട്ടില്ലേ? എന്ത് മനോഹരമാണ് അവയെ കാണാൻ. അതിലും മനോഹരമാണ് അവയിൽ തേൻ കുടിക്കാൻ വരുന്ന ചിത്രശലഭങ്ങളെ കാണാൻ. നിങ്ങൾ ചിത്രശലഭങ്ങളെ കണ്ടിട്ടുണ്ടോ? എങ്കിൽ അവയെപ്പറ്റി ഒരു മനോഹരമായ പാട്ടായാലോ? നിങ്ങൾ കേട്ടു നോക്കൂ. ജീം ജാം ജൂ.
സുന്ദരിയായി കൂട്ടുകൂടി പാട്ടുപാടി തേന്നുകരാൻ വന്നിടണേ ആടിപ്പാടി ഉല്ലസിച്ചിടാം. 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 കുട്ടിച്ചാത്തൻ. പാട്ട് കേട്ടില്ലേ? ചിത്രശലഭങ്ങളെ പോലെ മനോഹരമായില്ലേ പാട്ട്? അടുത്തതായി ഒരു കഥയായാലോ? കേൾക്കാൻ നിങ്ങൾ റെഡിയല്ലേ? എങ്കിൽ നമുക്ക് കൂട്ടുകാരായ ചില്ലു അണ്ണാന്റെയും ചീരി അണ്ണാന്റെയും കഥ കേൾക്കാം. ദാ കേട്ടോളൂ. ജീം ജാം ജൂം. പൊന്തക്കാട്ടിൽ പക്കു എന്നും ഇക്കു എന്നും രണ്ട് അണ്ണാറക്കണ്ണന്മാരുണ്ടായിരുന്നു. മഹാവികൃതികളും വഴക്കാളികളുമായിരുന്നു അവർ. ഒരു ദിവസം അവർ വിശന്ന് വലഞ്ഞ് നടക്കുമ്പോഴാണ് പറങ്കിമാവിന്റെ കൊമ്പിൽ പഴുത്തു നിൽക്കുന്ന പറങ്കിമാങ്ങ അവർ കണ്ടു. അത് കണ്ടതും അവർക്ക് വലിയ സന്തോഷമായി. അവർ സന്തോഷത്തോടെ അങ്ങോട്ട് പാഞ്ഞു. ഈ സമയം പക്കു പറഞ്ഞു, ഞാനാണിത് ആദ്യം കണ്ടത്, എനിക്ക് തന്നെ വേണം. ഇക്കുവും പറഞ്ഞു, ഇത് ഞാനാണ് ആദ്യം കണ്ടത്. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും വഴക്കായി. ആ സമയം അതുവഴി കറുമ്പിക്കാക്ക അവിടെ വന്നു. പഴുത്തു നിൽക്കുന്ന പറങ്കിമാങ്ങ കണ്ടപ്പോൾ കറുമ്പിക്ക് സന്തോഷമായി. കറുമ്പി വേഗം പറങ്കിമാങ്ങ കൊത്തിയെടുത്ത് ദൂരേക്ക് പറന്നുപോയി. ഇത് കണ്ട പക്കുവും ഇക്കുവും ചമ്മിപ്പോയി. പിന്നെയും അവർ വിശന്നു വലഞ്ഞു നടന്നു. അപ്പോഴാണ് പുഴയോരത്ത പപ്പായ മരത്തിൽ പഴുത്ത പപ്പായ നിൽക്കുന്നത് അവർ കണ്ടത്. ഇത് കണ്ടതും അവർക്ക് രണ്ടുപേർക്ക് സന്തോഷമായി. അവർ പപ്പായ മരത്തിനടുത്തേക്ക് ചെന്ന് എന്നിട്ട് അവർ വീണ്ടും പഴയതുപോലെ വഴക്കടിക്കാൻ തുടങ്ങി. ആ സമയം വിശന്ന് അതുവഴി വന്ന ഒരു മരം വെട്ടുകാരൻ പഴുത്തു നിൽക്കുന്ന പപ്പായ കണ്ടു സന്തോഷമായി. വിറക് വെട്ടുകാരൻ പപ്പായ പറിച്ചെടുത്ത് വിശപ്പടക്കി നടന്നുപോയി. ഇത് കണ്ട പക്കുവും മിക്കുവും വീണ്ടും ചമ്മിപ്പോയി. പിന്നെയും അവർ വിശന്നു വലഞ്ഞു നടന്നു. അപ്പോഴാണ് മാവിൻ കൊമ്പിൽ പഴുത്തു തുടുത്തൊരു മാമ്പഴം നിൽക്കുന്നത് അവർ കണ്ടത്. പഴുത്തു നിൽക്കുന്ന മാമ്പഴം കണ്ടതും അവർക്ക് വലിയ സന്തോഷമായി. പക്ഷെ വീണ്ടും പഴയതുപോലെ വഴക്കടിക്കാൻ തുടങ്ങി. ആ നേരത്താണ് ഒരു പയ്യൻ തെറ്റാലിയുമായി അതുവഴി നടന്നു വരുന്നത് കണ്ടത്. മാമ്പഴം കണ്ട അവൻ തെറ്റാലിയിൽ ഒരു കല്ല് തൊടുത്തുവിട്ട് മാമ്പഴം വീഴ്ത്തി. ഇത് കണ്ട പക്കുവും മിക്കുവും ഇളിഭ്യരായി പോയി. ഇവരുടെ രണ്ടുപേരുടെയും വഴക്ക് കണ്ടുകൊണ്ടിരുന്ന കിങ്ങിണിത്തത്ത അവരുടെ അടുത്തേക്ക് പറന്നു വന്നു. കിങ്ങിണിത്തത്ത അവരോട് ചോദിച്ചു, വിശന്നു വലഞ്ഞ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫലം തിന്നാൻ സാധിച്ചോ? ഇല്ല, നിങ്ങൾ പരസ്പരം വഴക്കടിച്ചത് കൊണ്ടല്ലേ ഇതൊന്നും തിന്നാൻ സാധിക്കാതെ പോയത്. നിങ്ങൾക്ക് ഒത്തൊരുമ ഉണ്ടായിരുന്നെങ്കിൽ ആ പഴങ്ങൾ മറ്റു വല്ലവരും കൊണ്ടുപോകാതെ നിങ്ങൾക്ക് തന്നെ കിട്ടുമായിരുന്നു. ഇനിയെങ്കിലും വഴക്കടിക്കാതെ ഒത്തൊരുമയോടെ നിന്നാൽ വിജയം നിങ്ങളുടേതാകും. ഇത് കേട്ടതും പക്കുവിനും മിക്കുവിനും അവരുടെ തെറ്റു മനസ്സിലായി. കുട്ടിച്ചാത്തൻ. കൂട്ടുകാരെ, കഥ ഇഷ്ടായില്ലേ? എങ്കിൽ ഈ കഥയിലെ ഗുണപാഠം നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? ഒരുമയുണ്ടെങ്കിൽ ഏത് കാര്യവും സാധിക്കാം. ഈ കഥയിലെ രണ്ടണ്ണാന്മാരും ഒരുമയില്ലാതെ പോയതിനാലാണ് അവർക്ക് ഒരു പഴവും കഴിക്കാൻ സാധിക്കാതെ പോയത്. ഐക്യമത്യം മഹാബലം. നമുക്ക് ചുറ്റും ധാരാളം മരങ്ങളുണ്ട്. ഏതൊക്കെ മരത്തിൽ നിന്നും എന്തൊക്കെ ഫലങ്ങൾ കിട്ടുമെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ കണ്ടു നോക്കൂ. തെങ്ങ്, തെങ്ങിൽ നിന്നും നമുക്ക് തേങ്ങ കിട്ടുന്നു. മാവ്,
മാവെന്ന മരം നമുക്ക് എന്ത് ഫലമാണ് തരുന്നത്? മാങ്ങ. പ്ലാവ്. പ്ലാവിൽ നിന്നും നമുക്ക് ചക്ക കിട്ടുന്നു. വാഴ. വാഴ നമുക്ക് വാഴപ്പഴം തരുന്നു. പേര. പേരയിൽ നിന്നും നമുക്ക് പേരയ്ക്ക കിട്ടുന്നു. ഗ്രീം കുട്ടിച്ചാത്തൻ. എത്ര തരം മരങ്ങളാണ് നമുക്ക് ചുറ്റും ഉള്ളത്? അതിൽ നിന്നും എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മളും മരങ്ങൾ വച്ച് പിടിപ്പിക്കണം. മരം ഒരു വരം. നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ പതാക ഏതാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? മറ്റു രാജ്യങ്ങൾക്കും അവരുടേതായ ദേശീയ പതാകകളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജീം ജാം ജൂം. ഇന്ത്യ, ഓസ്ട്രേലിയ, അർജന്റീന, ചൈന, ബംഗ്ലാദേശ്, ബ്രസീൽ, ഫ്രാൻസ്, ജപ്പാൻ, ശ്രീലങ്ക, USA, ഗ്രീം കുട്ടിച്ചാത്തൻ. നിങ്ങൾക്ക് പല രാജ്യങ്ങളുടെയും ദേശീയ പതാകകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? കൂട്ടുകാരെ, നമ്മൾ മൃഗങ്ങളെ കുറിച്ച് പഠിച്ചു. ഇനി കുറച്ച് പക്ഷികളെ പറ്റി പഠിച്ചാലോ? എങ്കിൽ നമുക്ക് പക്ഷികളെ പറ്റി പഠിക്കാം. ജീം ജാം ജൂം. കോഴി, ഹെൻ. കാക്ക, ക്രോ. തത്ത, പാരറ്റ്. താറാവ്, ഡക്ക്. പരുന്ത്, ഈഗിൾ. മയിൽ, പീകോക്ക്. കൊക്ക്, ക്രെയിൻ. ഗ്രീം കുട്ടിച്ചാത്തൻ. നമ്മൾ മൃഗങ്ങളെയും പക്ഷികളെയും പറ്റി പഠിച്ചു. ഇനി അവയെക്കുറിച്ച് ഒരു പാട്ടായാലോ? എങ്കിൽ നമുക്ക് കേൾക്കാം. ജീം ജാം ജൂം. കാനനത്തിൽ കൂടുകൂട്ടും കുഞ്ഞിക്കിളിയ തത്തമ്മേ നീ, കാറ്റുമൂളും നീറൻ കാട്ടിൽ കുളിർ തൂകി പാടുമോ നീ?
കുട്ടിച്ചാത്തൻ. എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? വളരെ മനോഹരമായിരുന്നില്ലേ? ഇനിയൊരു കഥയായാലോ? എങ്കിൽ നല്ല രണ്ട് ചങ്ങാതിമാരുടെ കഥ പറഞ്ഞു തരാം. ജീം ജാം ജൂം. തെന്നാലിക്കാട്ടിൽ മിച്ചനെന്നും കിച്ചനെന്നും പേരുള്ള രണ്ട് മുയൽക്കുട്ടന്മാരുണ്ടായിരുന്നു. അവർ നല്ല കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം അവർ രണ്ടുപേരും കൂടി തീറ്റ തേടി നടന്നു. അങ്ങനെ നടക്കുന്നതിനിടയിൽ നല്ല പച്ച പുല്ല് നിൽക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് കണ്ടതും അവർക്ക് വലിയ സന്തോഷമായി. അവർ പുല്ല് തിന്നാൻ തുടങ്ങി. ആ സമയം അതുവഴി ചിമ്പുക്കുറുക്കൻ വന്നു. പുല്ല് തിന്നുന്ന അവരെ കണ്ടതും ചിമ്പുവിന് സന്തോഷമായി. ഇന്നത്തെ എന്റെ ആഹാരം ഇവരാണെന്ന് മനസ്സിൽ ആലോചിച്ചു ചിമ്പുക്കുറുക്കൻ. ചിമ്പു പമ്മി അവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ചിമ്പു പമ്മി വരുന്നത് മിച്ചൻ കണ്ടു. ഇത് കണ്ട മിച്ചൻ കിച്ചന്റെ ചെവിയിൽ എന്തോ രഹസ്യം പറഞ്ഞു. ചിമ്പു അവരുടെ അടുത്തേക്ക് എത്തിയതും കിച്ചൻ തറയിൽ വീണ് പിടയാൻ തുടങ്ങി. ഇത് കണ്ട ചിമ്പു മിച്ചനോട് ചോദിച്ചു, എന്താണ് ഇവന് പറ്റിയതെന്ന്. അപ്പോൾ മിച്ചൻ പറഞ്ഞു, ഞങ്ങൾ തിന്ന പുല്ലിന്റെ കൂട്ടത്തിൽ വിഷപ്പുല്ല് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ തിന്നതുകൊണ്ടാണ് ഇവന് ഇങ്ങനെ സംഭവിച്ചതെന്ന്. ഞങ്ങളെ തിന്നുകയാണെങ്കിൽ ചിമ്പു ചേട്ടന് ചത്തുപോകും. ഇതു കേട്ട ചിമ്പുവിന് പേടിയായി. ചിമ്പു അവിടെ നിന്നും തല കുനിച്ച് നടന്നുപോയി. ചിമ്പു പോയത് കണ്ടതും മിച്ചൻ കിച്ചനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. മിച്ചൻ മുയലിന്റെ സൂത്രം ഫലിച്ചു. കുട്ടിച്ചാത്തൻ. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് എന്ത് ഗുണപാഠമാണ് മനസ്സിലായത്? ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ പ്രതീകങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ നമുക്ക് അവയെ പരിചയപ്പെടാം. ജീം ജാം ജൂം. പ്രതീകങ്ങളിൽ ആദ്യമായി നമ്മുടെ ദേശീയ പതാക. നമ്മുടെ ദേശീയ ഗാനം ജനഗണമന. ഭാരതത്തിന്റെ ദേശീയ ഗീതം വന്ദേ മാതരം. ദേശീയ നദി ഗംഗ. ഭാരതത്തിന്റെ ദേശീയ ചിഹ്നമായി കണക്കാക്കുന്നത് സിംഹമുദ്രയാണ്. ഭാരതത്തിന്റെ ദേശീയ വിനോദം ഹോക്കിയാണ്. നമ്മുടെ ദേശീയ ഭാഷ ഹിന്ദി. ദേശീയ വൃക്ഷം പേരാൽ. ദേശീയ ഫലം മാങ്ങ. ദേശീയ പുഷ്പം താമര. ദേശീയ പക്ഷി മയിൽ. ദേശീയ മൃഗം കടുവ. ദേശീയ ഉരകജീവി രാജവമ്പാല. ദേശീയ ജലജീവി ഡോൾഫിൻ. കുട്ടിച്ചാത്തൻ. ദേശീയ പ്രതീകങ്ങളെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. അത് നിങ്ങൾ മറക്കില്ലല്ലോ കൂട്ടുകാരെ. ലോകത്തിൽ എത്ര മഹാ അത്ഭുതങ്ങൾ ഉണ്ടെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ഇല്ലെങ്കിൽ കേട്ടോളൂ. 7. ആ 7 മഹാത്ഭുതങ്ങൾ നമുക്ക് ഏതൊക്കെയാണെന്ന് കണ്ടു നോക്കാം. ജീം ജാം ജൂം. ലോകാത്ഭുതങ്ങളിൽ ഒന്നാമൻ ചിച്ചൻ ഇറ്റ്സ. ഇത് സ്ഥിതി ചെയ്യുന്നത് മെക്സിക്കോയിലാണ്. ക്രൈസ്റ്റ് റെഡീമർ ആണ് രണ്ടാമത്തെ ലോകാത്ഭുതം. ഇത് സ്ഥിതി ചെയ്യുന്നത് ബ്രസീലിലാണ്. ദ ഗ്രേറ്റ് വാൾ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. ഇതാണ് മൂന്നാമത്തെ മഹാത്ഭുതം. പെറുവിലെ മച്ചു പിച്ചു ആണ് ലോകാത്ഭുതങ്ങളിൽ 4-ാം സ്ഥാനം. 5-ാം സ്ഥാനത്ത് നിൽക്കുന്ന ലോകാത്ഭുതം പെട്ര. ഇത് സ്ഥിതി ചെയ്യുന്നത് ജോർദാൻ. 6-ാം സ്ഥാനം റോമൻ കൊളോസിയം. ഇത് സ്ഥിതി ചെയ്യുന്നത് ഇറ്റലിയിൽ. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന താജ്മഹൽ ആണ് 7-ാം സ്ഥാനം. കുട്ടിച്ചാത്തൻ. ലോകത്തിലെ 7 അത്ഭുതങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മഴ കഴിഞ്ഞ് മാനത്ത് തെളിയുന്ന മഴവില്ലിന് എത്ര നിറങ്ങളുണ്ടെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? 7. ആ 7 നിറമുള്ള മഴവില്ലിന്റെ നിറങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം.
ജീം ജാം ജൂം. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഗ്രീൻ കുട്ടിച്ചാത്തൻ. മഴവില്ലിന്റെ 7 നിറങ്ങൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? എങ്കിൽ ആഴ്ചയിൽ 7 ദിവസങ്ങളുണ്ട്. ആ 7 ദിവസങ്ങളെ കുറിച്ച് നമുക്ക് പഠിച്ചാലോ? ജീം ജാം ജൂം. ഞായർ, സൺഡേ. തിങ്കൾ, മൺഡേ. ചൊവ്വ, ട്യൂസ്ഡേ. ബുധൻ, വെനസ്ഡേ. വ്യാഴം, തേഴ്സ്ഡേ. വെള്ളി, ഫ്രൈഡേ. ശനി, സാറ്റർഡേ. ഗ്രീൻ കുട്ടിച്ചാത്തൻ. ആഴ്ചയിലെ 7 ദിവസങ്ങൾ കൂട്ടുകാർ പഠിച്ചു. ആഴ്ചകൾ കൂടിച്ചേർന്നാണ് മാസങ്ങൾ ഉണ്ടാകുന്നത്. മാസങ്ങൾ 12 എണ്ണമാണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ജീം ജാം ജൂം. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഗ്രീൻ കുട്ടിച്ചാത്തൻ. ഈ മാസങ്ങൾ കൂടിച്ചേർന്നാണ് വർഷങ്ങൾ ഉണ്ടാകുന്നത്. ഒരു വർഷം എത്ര ദിവസങ്ങൾ കൂടിച്ചേർന്നാണ് ഉണ്ടാകുന്നതെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? 365. കൂട്ടുകാരെ, ഞാൻ പറഞ്ഞു തന്ന കഥകളും പാട്ടുകളും പാഠങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എങ്കിൽ കൂട്ടുകാരെ, ഞാൻ ഇനിയും വരും. എന്റെ കഥ കൂട്ടുകാർക്ക് പറഞ്ഞു തരുന്നതിനും ഞാൻ എന്തിനാണ് ഭൂമിയിൽ വന്നതെന്നും ഭൂമിയിലെ എന്റെ കൂട്ടുകാർ ആരൊക്കെയാണെന്ന് പരിചയപ്പെടുത്താൻ ഞാൻ വീണ്ടും വരും. നിങ്ങൾ എന്നെ മറക്കില്ലല്ലോ കൂട്ടുകാരെ? എങ്കിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ജീം ജാം ജൂം.